കേരളത്തിൽ നിന്ന് തന്നെ സ്റ്റാമ്പിംഗ് നടത്തി പോകാമെന്നതിനാൽ വിസ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. UAE-യിലേക്ക് മറ്റ് നടപടികളില്ലാതെ തന്നെ പ്രവേശിക്കാനും കഴിയും. എന്നാൽ 5 സംസ്ഥാനങ്ങളിലായി വരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൗൺസിലേറ്റിനെയും കുഴയ്ക്കുന്നുണ്ട്. രാവിലെ 9-നെത്തുന്ന കൗൺസിലേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് രാത്രി 1 മണി വരെ ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും വരുന്ന മുഴുവൻ പേരുടെയും സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കാനും കഴിയുന്നില്ല. വിസ സ്റ്റാമ്പിങ്ങിന് ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്തിയാൽ പ്രശ്നം പരിഹരിക്കാമെന്ന നിർദ്ദേശവും ഉയരുന്നുണ്ട്. ആക്ച്വലി അവർ ചെയ്യേണ്ടിയിരുന്നത് ഒരു പ്രൊസീജിയർ ഉണ്ടാക്കണമായിരുന്നു. അവരവിടെ നിന്ന് ലേബർ അപ്രൂവലിന് മറ്റു പോകുന്ന സമയത്ത് ഓക്കെ ഇന്ന ആള് ഇന്ന കോൺസുലേറ്റിൽ ഇന്ന സമയത്ത് എത്തുക. അപ്പോൾ ഇത്രയും ഒരു ക്യൂവിൻ്റെ ഒരു ഇത് വരത്തില്ല. ഒന്നത്. രണ്ട്, ഇത് ഇവിടെ നിന്ന് വിസയുടെ ഇത് കഴിഞ്ഞ് കിടന്നാൽ പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ അതൊരു പ്രൊസീജിയർ ഉണ്ടാകും. ആ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 500 ആൾക്ക് ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ 500 ആൾ ആ ദിവസം വരുള്ളൂ. ഇത് 1000-1500 ആൾക്കാർ വന്നിട്ട് ആദ്യം വന്നവർ ആദ്യം നിൽക്കുക, അതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുള്ളവർ പിന്നെ കയറും, അടിയുണ്ടാക്കി കയറുക. കൗൺസിലേറ്റ് അധികൃതർക്കൊപ്പം സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ മാത്രമേ ഈ ദുരിതത്തിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. മീഡിയ 1 തിരുവനന്തപുരം.